2 ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ. സൗണ്ടൊക്കെ പോയി. തലവേദന നല്ല പോലെ തലവേദനയുണ്ട്. നിങ്ങൾക്ക് അവിടെ എങ്ങനെയാണ് കാലാവസ്ഥ ഒന്നും അറിയില്ല കേട്ടോ. ഇതേപോലെ മഴയാണോ? നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ചേട്ടാ. ഒന്നിനും പുറത്തിറങ്ങാൻ പറ്റില്ല. സൗണ്ടൊക്കെ ബാസ് കൂടി. എല്ലാവർക്കും പൊതുവെ വീട്ടിലെല്ലാവർക്കും തലവേദന, മേലും കൈ വേദന ഒക്കെയാണ് കേട്ടോ. ആകെപ്പാടെ ഒരു എങ്ങനെ പറയുക, ഒരു ഇതില്ല. ഇന്നലെ മുതലേ ഉണ്ട് തലവേദന. ചോറ് വെച്ച് ഇന്നലെ വെച്ച ചോറ് നോക്കി നോക്ക്, അങ്ങനെ ഇരിക്കണ്ട. ആരും അധികം കഴിക്കാണ്ട് ചോറുണ്ട് കേട്ടോ ഇരിക്കണേ. ഇന്നലെ വെച്ച ചോറ് അതൊന്ന് തിളപ്പിച്ച് വിട്ടണം. പിന്നെ അതാ മീൻകറി ഉണ്ടോ. ഇതിപ്പോൾ രാവിലത്തെ അവസ്ഥയാണ് കേട്ടോ. ഇപ്പോഴത്തെ നല്ല തേങ്ങ അരച്ച മീൻകറി ഇതുണ്ടിരിക്കണോ. പിന്നെ എന്ത് വിചാരിച്ചോന്നറിയോ, ഒരു രസമോ അല്ലെങ്കിൽ ഒരു മുളക് വറുത്ത പുളിയോ എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചു. മുളക് ചുട്ട് ചമ്മന്തി അരച്ച ആർക്കും വായിക്കും ഒന്നും രുചിയായി തോന്നുന്നില്ല അല്ലേ. ഒരാൾക്കും രുചിയായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇന്നിപ്പോൾ വല്ലാണ്ട് രാവിലെ തിരക്ക് വിട്ട് ചോടേണ്ട ആവശ്യമൊന്നുമില്ല. അമ്മൂന് മാത്രമേ ഉള്ളൂ ഇന്ന് ക്ലാസ്. അച്ചൂനും കിച്ചൂനും ഉച്ചയ്ക്ക് ശേഷമാണ് ക്ലാസ് ഉള്ളത്. അതുകൊണ്ട് ഇതാ 5 മണിയൊക്കെ ആകുമ്പോൾ നീക്കുകയൊക്കെ ചെയ്തിട്ടോ. അവർ നീച്ച് ഇരുന്ന് പഠിക്കുകയായിരുന്നു പരീക്ഷ തുടങ്ങിയത് കൊണ്ട്. എന്തൊരു മഴ വെച്ചിട്ടാ പുറത്തിറങ്ങാൻ തോന്നില്ല. ഇത് കൂടെ ഇരുന്ന ചവിട്ടിയും എല്ലാം നനഞ്ഞ് വിളിച്ച് കിടക്കുക കേട്ടോ. മിറ്റടിച്ചിട്ടില്ല. മിറ്റടിക്കാൻ ചൂലിതാ കണ്ടോ. ചൂല് ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോഴേക്കും നല്ല മഴ. പിന്നെ എന്താ ചെയ്യുന്നത്, ഒന്ന് പുറത്ത് തീ പിടിപ്പിക്കാനും പറ്റിയിട്ടില്ല. കാറ്റ് വന്ന് വീശി ചായതാ എടുത്തോ. കാറ്റ് വന്ന് വീശിയിട്ട് പിന്നെ എന്താ ഇവിടെ ചെയ്യുന്നത്. ഇതാ കിടക്കുന്നുണ്ടല്ലേ അളി പുളി പറഞ്ഞിട്ട്. നീ ഒന്ന് വെള്ളം വാരാണ്ട് മിറ്റടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ കുപ്പ പോരൂല്ലേ. എൻ്റെ അപ്പോൾ എല്ലാവിടെയും മഴയാണെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ വീട്ടിൽ പണിയെടുക്കണ പെയിൻറ്റിങ്ങുകാർക്ക് പണിയെടുക്കാൻ പറ്റാണ്ട് അവർ പോയിട്ടോ. കാരണം ഇത് ഉണങ്ങി കിട്ടണ്ടേ. ചുമര് പോവാ പറഞ്ഞു കഴിഞ്ഞാൽ നീ വെയിൽ വന്നാലേ പണിയാൻ പറ്റുള്ളൂ ചേട്ടാ. അല്ലാതെ മഴ അതിനേക്കാട്ടിൽ വലിയ പ്രശ്നം എന്താണെന്നറിയോ, 2-3 ദിവസമായിട്ട് തുണി തിരുമ്പിയിട്ടത് ഒന്നും ഉണങ്ങിയിട്ടില്ല. വെള്ളപ്പിണ്ടിയായിട്ട് കിടക്കണം. ഇത്രയും ആൾക്കാരുടെ തുണി എന്താ ചെയ്യുക. ഇനിയിപ്പോൾ ഈ ഇറയത്തിൽ കൂടെ ഇങ്ങനെ മഴ കെട്ടുക എന്ന് പറഞ്ഞാലും അത് നടക്കുന്ന കാര്യമില്ല കേട്ടോ. കാരണം എന്താണെന്ന് അറിയോ, ചീറ്റാൽ മൊത്തം ആ തുണിക്കാണ് വീഴുന്നത്. മറ്റേത് നമ്മൾ പുതിയ വീട്ടിൽ കൊണ്ടുപോയി വെക്കുകയായിരുന്നു. ഇപ്പം അത് പുതിയ വീട്ടിൽ കൊണ്ടുപോയി വെക്കില്ലല്ലോ. ഞാനേ എന്തായാലും ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയല്ലേ, നമുക്കൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഉപകാരപ്പെടും ചുക്ക് കാപ്പി ഉണ്ടാക്കണത് അല്ലേ. അതിൽ ഇന്നാലാണ് കുറച്ചൊന്ന് ശരിയുള്ളൂ. എന്തൊരു മഴ വെച്ചിട്ടാ സത്യം. ഇന്നലെയൊക്കെ ഗംഭീര കാറ്റും മഴയായിരുന്നു കേട്ടോ. എന്താ കാറ്റ് വീശുമ്പോൾ നമുക്ക് പേടിയാവും. ഇപ്പോഴും സമയം കാണുമ്പോൾ നല്ല ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആയി രാവിലെ. കണ്ടു കഴിഞ്ഞു വെച്ചാൽ സമയം വെളുത്തിട്ടേ ഉള്ളൂന്നില്ലേ. പക്ഷെ സമയമായി. ഞാൻ ചോന്ന് തുളസിൻ്റെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ ചേട്ടാ. മഴച്ചാലുണ്ടോ ഇതാക്കണ്ടോ തുളസി. എന്താ മണം വെച്ചിട്ടാ. ഇത് നമ്മുടെ വീടിൻ്റെ താഴെ പ്രമോദേട്ടൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ ഞാനൊരു ചെടിയും പറിച്ചു ഇവിടെ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നമ്മുടെ അമ്മൂട്ടിക്ക് എന്തെങ്കിലും ആക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് തലവേദന വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടാ. അയ്യോ എത്ര നേരം അന്ന് രാവിലെ ഛർദ്ദിച്ചു പോയി എന്നറിയോ. എന്നിട്ടാണ് ഒരു സമാധാനം അയക്കുന്നത്. തല മൊത്തം ഇങ്ങനെ ഭൂമി കുലുങ്ങണ പോലെയൊക്കെ ഇങ്ങോട്ട് തോന്നും. പിന്നെ എന്തെങ്കിലും സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ ഒന്നും കൂടി ദേഷ്യം വരും കേട്ടോ. അപ്പോൾ രാവിലെ കുറേ എന്നിട്ട് അമ്മു ഇത് കണ്ടിട്ട് എന്താ അമ്മ തലവേദന വരാതിരിക്കാൻ വേണ്ടി ഞാൻ കഴിയണതും ഒന്നും ചെയ്യില്ല. പക്ഷെ എന്നാലും നമ്മൾ മഞ്ചേരിയിലൊക്കെ പോയില്ലേ, മഞ്ചേരി പോയി വന്ന് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അത്രയും ഇത്. ഞാനിപ്പോൾ എന്താ തിരയിലെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടാവും. നമ്മുടെ ഇവിടുത്തെ കത്തി കാണാനില്ല. കോഴിമുട്ട നമ്മുടെ തന്നെ പെണ്ണിൻ്റെയാണ് കേട്ടോ. കറ്റാർവാഴയിൽ കൊണ്ടിടാൻ വേണ്ടിയിട്ട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അത് പെറുക്കിയിട്ടൊക്കെ കൊണ്ടിടും. നമ്മളില്ലേ വേഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി വേഗം ആവാൻ വേണ്ടിയിട്ട് വെല്ലുള്ളി എടുക്കും. ചെറിയുള്ളി നമ്മൾ എടുക്കില്ല. പക്ഷെ ശരിക്ക് മുട്ട വറുക്കുമ്പോൾ അല്ലേ ചെറിയുള്ളിയാണ് നല്ലത് കേട്ടോ. അതിനൊരു പ്രത്യേക മണവും വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അമ്മൂട്ടിക്കേ
ഉപ്പേരിയൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അവൾക്ക് മാത്രമേ ചോറ് കൊണ്ടുപോകണ്ടുള്ളൂ, ബാക്കിയുള്ളവർക്ക് ചോറ് കൊണ്ടുപോകണ്ടല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് മുട്ട വറുത്തതും അച്ചാറും മതിയെന്ന്, മാങ്ങപ്പിലിട്ടത് അച്ചാറോ, എന്നാൽ പിന്നെ അത് മതിയല്ലോ. എന്തടാ വന്നല്ലോ അടുത്ത മഴ എന്താ ചെയ്യാലേ? ഇപ്രാവശ്യം ഓണൊക്കെ നനഞ്ഞ് കുത്തുന്നുണ്ടാവില്ല. ആര് എന്നോട് ചോദിക്കണ്ടേ, വേണ്ടു, എന്നോട് ചോദിക്കുകയേ വേണ്ട. കാരണം എന്താണെന്നറിയോ, ഈ ആദ്യമൊക്കെ ഒരു 10 രൂപയൊക്കെ അടിച്ചു മാറ്റായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 10 രൂപ അടിച്ചു മാറ്റാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൂടെയാണ് പോകുന്നത്. കാരണം എന്താണെന്നറിയോ, ഈ പണിയെടുത്ത ആൾക്കാർ മുഴുവൻ ഈ ഗൂഗിൾ പേ കൂടെ പൈസ കൊടുക്കുക. എന്നെപ്പോലെ കഷ്ടം അനുഭവിക്കുന്ന വീട്ടമ്മമാരുണ്ടെങ്കിൽ ഒന്ന്, പിന്നെ നമ്മൾ സഹിച്ച് പിടിച്ച് പോകണമെന്നറിയോ, വല്ല കോഴിമുട്ടേ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടില്ല വിചാരിച്ചിട്ട്. അതാണെങ്കിലോ കുട്ടികൾ 2 ദിവസം സ്കൂളില്ലാതെ ഇവിടെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ അമ്മ പോവും കടയ്ക്ക് പോവുക. എവിടെ 10 രൂപ ചില്ലറ വെച്ചേക്കണെന്ന് പറഞ്ഞാൽ അത് കിട്ടുന്ന വരെ എൻ്റെ കുഞ്ഞിനൊക്കെ എന്തൊരു സങ്കടമായിരിക്കും പറഞ്ഞിട്ടാ. വിശക്കുകയാണേ, എന്തെങ്കിലും കഴിക്കണേ, ആവി പിടിക്കാനല്ല ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ. ഞാനൊരു തയ്യ അവിടെ നിന്ന് കൊണ്ടുവരും ചെയ്തു, ചോദിക്കുകയൊന്നും ചെയ്തില്ല. പ്രൊമോട്ടറിൻ്റെ അവരുണ്ടാക്കിയതാവുന്നുണ്ട് ചേട്ടാ. ഈ നമ്മുടെ ഇവിടെ വെള്ളത്തുളസി പറയും, വെള്ളത്തണ്ടുള്ള ഒരു തുളസി ഉണ്ട് കേട്ടോ. അത് ഇതേപോലെ തന്നെ മണമൊക്കെ ഇട്ട് ആ തുളസി നമ്മൾ അമ്പലത്തേക്ക് കൊടുക്കും. ഇതും കൊണ്ടുപോകാറുണ്ട്, പക്ഷെ അത് അധികം നമ്മൾ ഉള്ളപ്പോൾ കൊണ്ടുപോകുക അതായിരുന്നു കേട്ടോ, കരിന്തുളസി. ഇത് മരുന്നിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലേ കുട്ടികൾക്ക് ഈ കഫക്കെട്ടൊക്കെ വരില്ലേ, അപ്പോൾ കഞ്ഞിക്കൂർക്കടയിലയും അതിനെ കാണിച്ചു തരാം കേട്ടോ. കഞ്ഞിക്കൂർക്കടയിലയും ചുവന്ന തുളസിയും പാടെ നമ്മൾ നീര് പിഴിഞ്ഞിട്ട് കുട്ടികൾക്ക് കുറച്ച് തേനിൽ കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ നല്ലതാണ്. സ്ഥിരമായിട്ട് കൊടുക്കണം കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറ്റില്ല. ഞാനത് ആദ്യമേ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങളങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് പറ്റില്ല. എൻ്റെ അമ്മൂനൊക്കെ ഞാൻ ചെയ്തിരുന്നു. എന്താ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇംഗ്ലീഷ് മരുന്നിൽ വളരുന്ന കുട്ടികളാണ് കേട്ടാ. അതുകൊണ്ട് ഇംഗ്ലീഷ് മരുന്നിൽ വളരുന്നു. എന്താ ഇപ്പോഴത്തെ മക്കൾ, അമ്മ ഇവിടുത്തെ ഏട്ടൻ്റെ അമ്മ പറയാറില്ലേ ഇംഗ്ലീഷ് മരുന്നിൽ. ഇപ്പം നമ്മൾ ഗർഭിണിയായിരിക്കുന്ന സമയം മുതൽ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കണില്ലേ? അതന്നെ. പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ മരുന്ന് കഴിക്കില്ല. അമ്മ പറയേ ഞങ്ങളൊക്കെ ഇങ്ങനെ ഗർഭിണിയായിട്ട് ആശുപത്രി പോകുമ്പോൾ ഓരോ മാസത്തേക്കുള്ള മരുന്നുണ്ടാവില്ലേ, അതിൽ കുറേ 3-4 തരം മരുന്നൊക്കെ ഉണ്ടായില്ലേ. അപ്പം അമ്മ പറയും ഇതൊക്കെ നിങ്ങൾക്ക് ഒരു മാസം കഴിക്കാനുള്ളതാ. പറയുമ്പോൾ അമ്മ അറിയാം നമ്മൾ ഗർഭിണി ആയത് പറഞ്ഞില്ല, പ്രസവിച്ചത് പറഞ്ഞില്ല, മക്കൾ വലുതായത് പറഞ്ഞില്ല. ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് നോക്കണത് പറയും. പക്ഷെ ആദ്യമൊക്കെ എൻ്റെ അമ്മൂനൊക്കെ എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് ദിവസം കഞ്ഞിക്കൂർക്കണ്ട ഇല കൊടുത്തിരുന്നു കേട്ടോ. അത് വെറുതെ ഇങ്ങനെ നല്ല വാട്ടിയിട്ട് അതിൽ അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കും. നീര് പിഴിഞ്ഞെടുത്തിട്ട് അച്ഛൻ കൊടുക്കുകയായിരുന്നു. അത് അച്ഛൻ്റെ പണിയായിരുന്നു അമ്മൂര് കൊടുക്കുന്നത്. ദിവസം കൊടുക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ഇഷ്ടം പോലെ. ഇപ്പം നമ്മുടെ വീട്ടിൽ കഞ്ഞിക്കൂർക്കളുടെ ഇല, നമ്മുടെ ഈ കോഴികളെ ഒന്നും അയക്കില്ലേ, ഈ പെണ്ണുങ്ങൾക്കില്ലേ ഒന്നും വീട്ടിലുണ്ടാക്കണ ഇഷ്ടമല്ല. എന്താ ചെയ്യുന്നത്? ഇന്നെ മാത്രം എന്താണോ വെറുതെ വിട്ടേക്കണത്, ഇല്ലെങ്കിൽ ഇനിയും കടിച്ചു തിന്നു. ചോറ് കൊണ്ടോണ്ട. കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയാലോ? കുഞ്ഞാ ഇന്നൊരു പൊട്ട് നീയും കൊണ്ടേക്കോ. ഒരു മുട്ടയോട് പൊട്ടിച്ചിടായിരുന്നില്ലേ? എന്താ ചെക്കന് വേണ്ട പറഞ്ഞിട്ടാണ്. കണ്ടോ കേട്ടില്ലേ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഈ ഒരു മുട്ട രണ്ടാളെ എങ്ങനെ കഴിക്കും? ഇപ്പൊ തരടി, അത് അടുത്ത് കഴിക്കുക. വായത്തരാ വാതിൽ പൊളിക്കണ്ട കുഞ്ഞാ. ഒന്നും തോന്നണ്ട, മുട്ട പൊട്ടി. ഞാൻ ഓംലേറ്റ് പോലെ വെക്കുന്നുണ്ട്. പോരെ അമ്മോനെ ചോറ് കൊടുക്കട്ടെ. ചോറ് വാരിക്കൊടുത്താലേ ഇനിയിപ്പോൾ അവള് മാത്രമേ ഉള്ളൂ. വാരിക്കൊടുത്തിട്ട് കുഞ്ഞിനും കൊടുക്കട്ടെ, എന്നിട്ടില്ലേ ചോറാക്കട്ടെ കേട്ടോ. മുട്ടയും ചോറും അച്ചാറും മാത്രമേ ഉള്ളൂ. മീൻ വറുത്തതുണ്ട്. ഇവിടെ നമ്മൾ ഇറച്ചി മീൻ കൊടുത്തു വിടാറില്ല കേട്ടോ. മുട്ട ഇടയ്ക്ക് കൊടുത്തു വിടും. അവൾ പറഞ്ഞാൽ മാത്രം അവൾക്ക് ഇന്നത് മതിയോ. ഞാൻ വിചാരിക്കും വെറുക്കനെ ഇങ്ങനെ ചോറിനാണ്. പക്ഷെ അവർക്ക് അച്ചാറിന് നാരങ്ങ അച്ചാറുണ്ടെങ്കിൽ അതിൻ്റെ പുളിയും കൂട്ടിയിട്ട് അവർ കഴിച്ചോളും. അവിടെ നോക്കട്ടെ എന്താണ് ഒക്കെ നശിപ്പിച്ചില്ലേ. ഇനി ഒരു സാധനം ഉണ്ടോ പുതിയത് എന്ന് പറഞ്ഞിട്ട്?
എന്താ അതും കൂടെ കേട്ടെടുത്താഞ്ഞ് അതും കൂടെ ഒന്ന് കേട്ടെടുത്താനല്ലേ അവന്റെ തലേന്ന് ചീന്തി കൊടുക്ക് സൂ തല ചീന്തടാ. ഇവിടെ ഏറ്റവും ചെറിയ ചോറ്റും പാത്രം കൊണ്ടുപോകുക നമ്മുടെ അമ്മുട്ടിയാണ് കേട്ടോ. ഏറ്റവും ചെറുത്. ഇപ്രാവശ്യം ഒരു ഇതും കൂടി ഉണ്ട്. എന്താണെന്ന് പറയുക, റേഷൻ കടയിൽ നിന്ന് കിട്ടിയതേ മട്ടരിയാണ്. മട്ടരി കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ വെള്ളരി അത്ര പ്രശ്നമില്ല. നമ്മളെപ്പോഴും ഈ വെള്ളരി കഴിച്ചിട്ടേ മട്ടരി കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ? കഴിക്കാതെ കഴിക്കുമ്പോൾ അരിയൊക്കെ നല്ല അരിയാണ് കേട്ടോ. പിന്നെ എന്താ അമ്മ പറയാണ് കഴിക്കണ്ടേ, ചോറല്ലേ കഴിക്കണ്ടേ, കഴിക്കണ്ടേ. അപ്പോൾ എന്തൊക്കെ പാവം തോന്നി. ഇന്ന് കുറച്ച് വെള്ളരി വാങ്ങണം. വെള്ളരി വാങ്ങിക്കഴിഞ്ഞാൽ രണ്ടും പാടെ കൂട്ടിയിട്ട് വയ്ക്കുക. പക്ഷെ മട്ടരി 10-20 കിലോ കിട്ടും കേട്ടോ ഞങ്ങൾക്ക്. ഞങ്ങളുടെ കാർഡ് ഏതാ ചോദിച്ചിരുന്നില്ലേ? നമ്മുടെ കാർഡ് മഞ്ഞ കാർഡ് അല്ലേ? മഞ്ഞല്ലേ? BPL കാർഡാണ് കേട്ടോ ഞങ്ങളുടെ കാർഡ്. നീല കാർഡല്ലടി, അത് നമുക്ക് എന്താ മുൻഗണനാ വിഭാഗത്തിൽ കിട്ടിയതാണ് കേട്ടോ. അച്ഛനെ നമ്മൾ എന്താ ഉള്ളവര്, നമ്മൾ സാധാരണക്കാരല്ലേ. അതിലാണെങ്കിലോ എൻ്റെ പേരില്ല, സുകന്യയുടെ പേരില്ല, കുട്ടികളുടെ പേരില്ല, ഒന്നുമില്ല. ഇതാ അതാ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ. പിന്നെ നമുക്ക് എന്താ, നമുക്ക് സാധാരണക്കാർക്കൊക്കെ തന്നെ അല്ലേ ആനുകൂല്യങ്ങൾ കിട്ടണ്ടേ അല്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ 5 മണിക്ക് നീച്ച് നീ ഇത്ര നേരം അവിടെ ഇവിടെ തിരിഞ്ഞിട്ടല്ലേ? അവള് ചോറ ചോദിച്ചു, ഉപദേശല്ലേ വെച്ചേ. ചോറ് ചോദിക്കുന്നു, ഉപദേശിക്കും. എങ്ങനെ കളിയാക്കിക്കോളി. എന്നെങ്ങനെ കളിയാക്കിക്കോട്ടോ. എന്താ 5 മണിക്ക് നീച്ചിട്ടില്ലേ? അമ്മൂൻ്റെ ഒരു പണിയാണ്, പ്രധാന പണിയാണ് കേട്ടോ. എല്ലാം അവൾ ചെയ്ത് കഴിഞ്ഞിട്ടില്ലേ പിന്നെ അവൾ ഇങ്ങനെ കൂനിപ്പിടിരിക്കും. എന്നിട്ട് ആ 8:25 ആവുമ്പോഴേക്കും അവൾക്ക് തിരക്കായി. ചോറക്കമ്മ ചോറുതാമ്മ പറഞ്ഞിട്ട് ഇങ്ങനെ ഓടും. ചോറ് കൊടുക്കലോ ഏട്ടാ? അപ്പൊ കുറച്ച് ഇനി സമയം പോയി. ഇനി അതില് പറഞ്ഞുകൊണ്ടൊന്നും സമയം കളയണ്ട. അവൾ കഴിക്കാൻ കൊടുക്കട്ടെ. കഴിച്ചാ എന്താടി കഞ്ഞിവെള്ളം ഒഴിച്ചേ? എന്താ കുഞ്ഞിന് ടവൽ അത്ര അവന് വേണ്ടത്? ടവലെടുത്ത് കൊടുക്കട്ടെ. ചോറ് വാരി കഴിക്കുവാന് ഞാൻ വരുത്തരാ. ചുക്ക്, ഇതാ ജീരകം, കുരുമുളക്, തുളസി. ഈ ചുക്കില്ലേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ് കേട്ടോ. ഇപ്രാവശ്യം നമ്മുടെ വീട്ടിലത്തെ എന്താ ശരിയാവുക പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഞാനത് നോക്കുകയും ചെയ്തിരുന്നില്ല. അപ്പം അത് അമ്മ രണ്ടാമത്തെ അനിയൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ചുക്ക് കണ്ടോ, അത്ര ചുക്ക് കാപ്പി വയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇതൊന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ അമ്മിയിൽ കൊണ്ടുപോയിട്ട്. ഇത് ചതയ്ക്കണ്ട, അത് കഴുകിയിട്ട് അങ്ങനെ ഇടേ വേണ്ടുള്ളൂ. ഇക്കായിട്ട് 2 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പലരും പല രീതിയിൽ, ചിലവർ എന്താ പറയുക, വേറെ മണമുള്ള തുളസീനെ എന്തായിട്ടാ പറയുക? കാട്ടു തുളസി എന്ന് പറയില്ലേ? അത് ഇതല്ല, ഇത് വേറെ. ആ കാട്ടു തുളസി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് നല്ല മണമായിരിക്കും. അതിൻ്റെ ഇല ഇങ്ങനെ കശക്കി ഇതാക്കുമ്പോൾ അത് എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ചിലർ നമ്മുടെ ഈ മുതിര വെറുതെ വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിൽ ഇതേപോലെ ഇട്ടിട്ടുണ്ടാക്കാറുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുക. ഇവിടെ ഞങ്ങളൊക്കെ എങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. ചുക്ക് കാപ്പി വയ്ക്കാൻ പറയുമ്പോൾ ഇങ്ങനെ ചുക്ക് കാപ്പി ഉണ്ടാക്കി തരും. പിന്നെ നല്ല ചുമയൊക്കെയാണ് പറഞ്ഞു വെച്ചാൽ ഈ ആടലോടകം അല്ലേ, ചെറിയ ആടലോടകം, അതിൻ്റെ ഇലയും എന്താ ചാറ് പിഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ തരും. ചെറിയ മരുന്നുകളൊക്കെ ചെയ്യും. തൊണ്ടവേദനയ്ക്ക് ഇത് കുടിക്കുമ്പോഴല്ലേ നല്ല ആശ്വാസം. അതേപോലെ നല്ല പനിയുള്ള സമയത്ത് കുറച്ചൊരു കുരുമുളകിൻ്റെ ചുക്കിൻ്റെയൊക്കെ നല്ല കണ്ട് പിടിക്കണല്ലേ ഏട്ടാ? നല്ല കുറച്ച് തോനെ വേണം. പെട്ടെന്ന് ഇതിങ്ങനെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിയർപ്പിറങ്ങാണ്ട്. വിയർപ്പിറങ്ങിക്കഴിഞ്ഞാൽ കുറേ സമാധാനമാണ് കേട്ടോ. ഇനിയിപ്പോൾ ചിലവർക്ക് ഇത് ചുക്ക് കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ തുളസി കിട്ടാറില്ലെങ്കിലും നമ്മുടെ ഇഞ്ചി ഇട്ടിട്ടും ചുക്കും കുരുമുളകും ജീരകം ഇട്ടിട്ട് വെച്ചാലും മതി കേട്ടോ.
അപ്പോഴും ഒരാശ്വാസം ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ കൂടി ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒരു നല്ലതെന്ന് മാത്രം. ഞാൻ ശർക്കര ഉണ്ടോ നോക്കട്ടെ. വെല്ലം കഴുകിയതാണ് കേട്ടോ. വെള്ളം തിളച്ച് വന്നേ. നമ്മൾ വെള്ളം തിളച്ച് വന്നതിലില്ലേ എന്താ സുകന്യേ, ചായ കുടിക്കണ്ട. വെള്ളം തിളച്ച് വന്നു കേട്ടോ. വെള്ളം തിളച്ച് വന്നപ്പോൾ നമ്മളിതാ ഇതിക്കില്ലേ സുകന്യെ, നിങ്ങൾക്ക് ചുക്ക് കാപ്പി വേണ്ടറി ബൈ. അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ, കുറച്ച് ബൂസ്റ്റ് ആയാൽ ഇഷ്ടമാണ്. വെക്കുള്ളൂ. കേട്ടോ നമ്മൾ ചുക്ക് കുരുമുളക് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബെല്ലക്കുട്ടനി ഇട്ടു കേട്ടോ. ഇനി കാപ്പിപ്പൊടി ഇട്ടാ. ചിലപ്പോൾ ഞാൻ കാപ്പിപ്പൊടി ഇടാതെ ഉണ്ടാക്കും കേട്ടോ. ഒന്ന് കാപ്പിപ്പൊടി ഇട്ടു. നമ്മുടെ ചുക്ക് കാപ്പിയല്ലേ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കത് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചില സമയത്ത് നമ്മുടെ വീട്ടിൽ നോക്കുമ്പോൾ കാപ്പിപ്പൊടി ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഇപ്പോഴാണ് നമ്മൾ വർക്കൗട്ടിനൊക്കെ ഏട്ടൻ പോകാൻ തുടങ്ങിയപ്പോഴാണ് ചായ കഴിയണത് ഒഴിവാക്കിയിട്ട് കാപ്പി കുടിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. മറ്റേത് എന്താ ചായ തന്നെയാണ് കേട്ടോ. രാവിലെ വൈകുന്നേരം ഒക്കെ ചായ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു നേരം കുടിക്കാൻ ഇഷ്ടം കാപ്പിയോടാണ്, പക്ഷേ എല്ലാവർക്കും ഇഷ്ടം ചായയോടാണ്. അതാ പ്രശ്നം. ഇപ്പോൾ രണ്ടെണ്ണം ഇപ്പം അധികം ഞങ്ങൾക്ക് കാപ്പിയും വെക്കും, ബാക്കിയുള്ളവർക്ക് ചായയും വെക്കണ ഒരു ശീലമാണ് കേട്ടോ. ഇതൊന്ന് നല്ലപോലെ തിളക്കട്ടെ. കണ്ടോ, ഇതിനൊരു വാസനയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ചുക്ക് കാപ്പി. ഇനി നല്ല തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്താ അരിക്കുക, ചെറിയ നല്ല അത്യാവശ്യം നല്ല ചൂടോടെ കുടിക്കുക. നിങ്ങളിങ്ങനെയാണോ ഉണ്ടാക്കാറ്, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി ഒന്ന് പറഞ്ഞു തരണേ അല്ലേട്ടാ. വേറെ എന്തൊക്കെ മരുന്ന് പോലെ എന്തെങ്കിലും ഇടുമെന്നൊന്നും അറിയില്ലല്ലോ. നമ്മൾ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഇത്രയാണ് അല്ല, വേറെ നാട്ടുമരുന്നൊക്കെ ഇടുന്നവർ ചിലപ്പോൾ ഉണ്ടാവും. ഇനിയിപ്പോൾ എന്താ ഈ നമ്മൾ പറഞ്ഞില്ലേ തുളസി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് കാട്ടും, അതിടില്ല. എന്താ പക്ഷെ അധികം നമുക്ക് ചുക്ക് ഉണ്ടാവാറുണ്ട്. ശരിക്കും ഒരു സുഖം കഴിക്കാൻ. കാപ്പി കുടിക്കുന്നവർ തോന്നും നല്ല എരിവുണ്ടാവും. പക്ഷെ ഇതൊക്കെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം ഈ പറന്തി പനിയൊക്കെ ഉള്ളിൽ ചെറിയ നമുക്കൊരു എങ്ങനെ പറയാ, നീറിയും കൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കില്ലേ, നമുക്ക് പനിക്കാണോ എന്തോ ഒരു സുഖമില്ലായ്മ തോന്നില്ലേ, ഉണ്ട് തോന്നും. പക്ഷെ കാര്യമായിട്ട് പുറത്തേക്കില്ല. അപ്പോഴൊക്കെ നമുക്കിത് കഴിക്കുമ്പോൾ ഞങ്ങളിത് ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങളിനി എന്താ ചെയ്യാറുണ്ടോന്ന് എനിക്കറിയില്ല. നമ്മൾ ചുക്ക് കാപ്പി വെച്ച് കുടിക്കാറുണ്ട്. കണ്ടുവന്നാൽ അതേമാതിരി ഇടയ്ക്ക് ഇങ്ങനെ തണുക്കുമ്പോൾ എടുത്ത് കുടിക്കില്ല ചുക്ക് കാപ്പിയാണ് മാത്രം. കണ്ടോ സെറ്റായി കണ്ടില്ലേ. ഞാൻ നിൽക്കട്ടെ. അരിക്കണോ? അരിക്കണ്ട, അരിക്കൊന്നുമില്ല. ഒരെളം ചൂട് മതി. ഒരുപാട് ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർത്ത് കുടിക്കും. എനിക്കും വേണം അവൻ്റെ പോവും. അപ്പോൾ ചായ കുടിച്ചാൽ പോരാ. കണ്ടോ ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ കുറച്ച് കുടിച്ചു നോക്കിട്ടോ. കണ്ടോ എന്താ ഇതൊക്കെ നീരൊക്കെ ഇറങ്ങിയിട്ട് നല്ല രസമുണ്ട്. ഇങ്ങനെ ഇറങ്ങി പോകുമ്പോഴേ എന്താ കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും ആ ചെറിയൊരു എരിവും മധുരവും ഒക്കെ ഇട്ട് ഇവിടെ കുട്ടികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. കുഞ്ഞന് ഞാൻ ഉണ്ടാക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുന്നത്, ഇത് എന്നിട്ട് കുരുമുളക് ഇടില്ല കേട്ടോ, ഇഞ്ചി പച്ചയിഞ്ചി ചതച്ചിട്ട് അവനിങ്ങനെ ഇതേപോലെ ബെല്ലിട്ട് കാപ്പി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വലിയമ്മയുടെ കാപ്പി ഇടയ്ക്കിടയ്ക്ക് വലിയമ്മ കാപ്പി വയ്ക്കുക വരും. എന്നാ അമ്മയും തരാം, ബാ അമ്മയും തരാം. നല്ല ചൂടുണ്ടാവുന്നു. നല്ല എന്താ ഇങ്ങനെ പറയാ, തണുത്തിരിക്കണ സമയത്ത് നമ്മളിതൊക്കെ ഒന്ന് ഉണ്ടാക്കി കുടിച്ചാണ്ടല്ലോ ഉള്ളിലെ കാച്ചിലിങ്ങനെ പറന്നു പോവും. അപ്പോഴേ അപ്പോഴല്ലേ നമ്മൾ വീഡിയോ നിർത്തുന്നുണ്ടോ വയ്യ സത്യം അറിയാച്ചാ. ഒന്ന് വേഗം ചെറിയ പണികളൊക്കെ വേഗം ഒന്ന് ചെയ്ത് വെച്ചിട്ട് വേണം ഓരോടത്ത് ഇരിക്കാൻ വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ എന്താ വെള്ളച്ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി പുളി
പുളി എന്തെങ്കിലും വെക്കണം. അമ്മ ഇനി 10-11 മണിയാകുമ്പോഴേ അമ്മ വരുള്ളൂ. അപ്പോഴേക്കൊക്കെ നമ്മുടെ പണികൾ ഒരുക്കട്ടെ വേഗം. ഇപ്പോൾ പൊന്നൊക്കെ ഫോണിലാണ്, അതുകൊണ്ടാണ് ബഹളം കേൾക്കാത്തിട്ടാ. ഫോണിൻ്റെ മതിയായി കഴിഞ്ഞ് വെച്ചാൽ പിന്നെ ഇവിടെ വന്ന് ബഹളം വെക്കൽ തന്നെ ആയിരിക്കും. അച്ചുട്ടിയെ വെള്ളം ചോറ് തിളപ്പിച്ചൂറ്റി കഴിഞ്ഞാലേ വെള്ളം വെച്ച് കുളിച്ചോ. അപ്പോൾ ഇതേപോലെയാണോ നിങ്ങൾ ഉണ്ടാക്കാറ്? വേറെ രീതിയിലാണോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കൂ, എന്നിട്ട് കമൻറ്റ് ചെയ്യലേട്ടാ. ഇങ്ങനെ ഇറങ്ങുമ്പോൾ നല്ലൊരു സുഖം തോന്നുന്നുണ്ട്. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം.